ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപവും അഞ്ചുതെങ്ങ് കലാപവും. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് എന്ന് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചായിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അഞ്ചുതെങ്ങ് കലാപം 1697 നടന്നത്. അഞ്ചുതെങ്ങ് കലാപം 1697 നടന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ അഞ്ചുതെങ്ങിൽ നടന്ന കലാപമാണിത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ 1697 അഞ്ചുതെങ്ങിൽ നടന്ന കലാപമാണിത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിലുള്ള പ്രതിഷേധമാണ് അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമായിരുന്നു. പക്ഷേ സംഘടിത പ്രക്ഷോഭം, അതായത് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായത് ആറ്റിങ്ങൽ കലാപമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അഞ്ചുതെങ്ങ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എന്ന് പറഞ്ഞാൽ ആയുധശാല അഞ്ചുതെങ്ങ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച പണ്ടകശാലയും അഞ്ചുതെങ്ങ് പണ്ടകശാലയാണ്. 1690 പണി പൂർത്തിയായി. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച പണ്ടകശാലയും അഞ്ചുതെങ്ങാണ്. അത് 1690 പണി പൂർത്തിയായി. വേണാട് ഭരിച്ച ആദ്യ വനിത ഉമയമ്മ റാണി, ആറ്റിങ്ങൽ റാണി എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ വേണാട് ഭരിച്ച ആദ്യ വനിത ഉമയമ്മ റാണിയാണ്. ആറ്റിങ്ങൽ റാണി എന്നും അറിയപ്പെട്ടിരുന്നു. 1684 ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല തുടങ്ങാനുള്ള അനുമതി നൽകി. ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് സൗജന്യങ്ങൾ അനുവദിച്ചത് സ്ഥലവാസികളെ രോഷാകുലരാക്കി. അപ്പോൾ അങ്ങനെയാണ് ഈ അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ തുടക്കം തന്നെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനായി ബ്രിട്ടീഷുകാർക്ക് ഭൂമി അനുവദിച്ചത് ആറ്റിങ്ങൽ ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ മുഖ്യ കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. മറ്റൊരു കാരണം ആയുധം സൂക്ഷിക്കാനായി ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ നിർമ്മിച്ച പാണ്ടികശാല. രണ്ട് കാരണങ്ങളുണ്ട്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. മറ്റൊരു കാരണം പറഞ്ഞാൽ ആയുധം സൂക്ഷിക്കാനായി ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ ഒരു ഡിപ്പോ നിർമ്മിച്ചു. അതും ഒരു കാരണമാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട അഞ്ചുതെങ്ങ് കോട്ട. 1695 അതിൻ്റെ പണി പൂർത്തിയായി. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട അഞ്ചുതെങ്ങ് കോട്ട. 1695 അതിൻ്റെ പണി പൂർത്തിയായി. നെക്സ്റ്റ്, ആറ്റിങ്ങൽ കലാപം 1721. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ പ്രക്ഷോഭം അഞ്ചുതെങ്ങായിരുന്നെങ്കിലും ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമായിരുന്നു ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി പോയ കമ്പനി സംഘത്തെ അഞ്ചുതെങ്ങ് കോട്ടയിൽ വെച്ച് നാട്ടുകാർ ആക്രമിച്ചതാണ് കലാപത്തിന് തുടക്കമിട്ടത്. അപ്പോൾ റാണിക്ക് സമ്മാനം നൽകാൻ പോയ കമ്പനി സംഘത്തെ നാട്ടുകാരെ ആക്രമിച്ചതാണ് കലാപത്തിന് തുടക്കമിട്ടത്. റാണിയുടെ അനുവാദത്തോടെ അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച കോട്ടയിൽ മേധാവിയായി എത്തിയ ഗിഫോർട്ടിൻ്റെ ധാർഷ്ട്യമാണ് കലാപത്തിന് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ റാണിയുടെ അനുവാദത്തോടെ അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച കോട്ടയിൽ മേധാവിയായിരുന്നു ഗിഫോർട്ട്. ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് നാട്ടുകാരെ ചൊടിപ്പിച്ചതും കലാപത്തിന് കാരണമായതുമായിട്ട് പറയുന്നത്. ഈ പ്രദേശത്തെ ആളുകൾ 1697 തന്നെ വൈദേശിക ശക്തിയെ ചോദ്യം ചെയ്തു തുടങ്ങിയെങ്കിലും അത് വിജയത്തിൽ കലാശിച്ചത് 1721 ആറ്റിങ്ങൽ കലാപത്തിലാണ്. അപ്പോൾ 1697 അഞ്ചുതെങ്ങ് കലാപത്തിൽ ഈ വൈദേശിക ശക്തിയെ ചോദ്യം ചെയ്തു തുടങ്ങി. പക്ഷെ അത് വിജയത്തിൽ കലാശിച്ചത് 1721 ആറ്റിങ്ങൽ കലാപത്തിലാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം.
ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്ത് വേണാട് രാജാവ് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡിൻ്റെ ധാർഷ്ട്യമാണ് ഇതിന് കാരണമായതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി 1723. ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി 1723. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ.